BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിലെ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ അംബാസഡറും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ കൂടിക്കാഴ്ച നടത്തി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ റിഫ പാലസിൽ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ ബഹ്റൈനിലെ അംബാസഡർ ഹിസ് എക്സലൻസി എറിക് ജിറൌ ടെൽമയെ സ്വീകരിച്ചു. പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പാരീസിൽ നടക്കാനിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്കും ഫ്രാൻസ് ആതിഥേയത്വം വഹിക്കുന്ന മൂന്നാമത്തെ യുണൈറ്റഡ് നേഷൻസ് ഓഷ്യൻ കോൺഫറൻസിനും ഫ്രഞ്ച് റിപ്പബ്ലിക് പ്രസിഡന്റ് ഹിസ് എക്സലൻസി ഇമാനുവൽ മാക്രോണിൽക്കും വേണ്ടി അംബാസഡർ എറിക് ജിറൌ ടെൽമ ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയെ ക്ഷണിക്കുകയും ചെയ്തു. ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ബഹ്റൈൻ ഫ്രാൻസ് ബന്ധത്തെ ഇരുവരും പ്രശംസിച്ചു. ഇരു രാജ്യങ്ങളുടെയും നേതൃത്വത്തിന്റെ പിന്തുണയാണ് ഇതിന് കാരണമെന്നും പറഞ്ഞു. ട്രാഫിക് നിയമം പാലിച്ചും എല്ലാ റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രധാന പൊതുറോഡുകൾ, വാഹനപാതകൾ, റോഡ് ഷോൾഡറുകൾ, എമർജൻസി ലൈനുകൾ, നിയുക്ത സ്റ്റോപ്പിംഗ് ഏരിയകൾ എന്നിവിടങ്ങളിൽ ലൈസൻസ് ഇല്ലാത്ത സ്കൂട്ടറുകളും സമാന വാഹനങ്ങളും ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. അനിയന്ത്രിതമായ സ്കൂട്ടർ ഉപയോഗത്തിന്റെ നിരീക്ഷണത്തെ തുടർന്നാണ് ഈ നടപടിയെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഇത് മാരകമായ അപകടങ്ങൾ, പരിക്കുകൾ, ജീവനും സ്വത്തിനും അപകട സാധ്യതകൾക്കും ഗതാഗത തടസ്സത്തിനും ഇടയാക്കി. നിയമം ലംഘിക്കുന്നവരുടെ സ്കൂട്ടറുകൾ കണ്ടുകെട്ടുകയും നിയമ നടപടികൾ നേരിടുകയും ചെയ്യും. റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ ട്രാഫിക് നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് റോഡ് ഉപയോക്താക്കളോട് ആവശ്യപ്പെട്ടു. IYCC ഗുദൈബിയ ഹൂറ ഏരിയ ഷുഹൈബ് സ്മാരക വിദ്യാനിധി സ്കോളർഷിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൈമാറും. IYCC ബഹ്റൈൻ ഗുദൈബിയ ഹൂറ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ച ധീരരക്തസാക്ഷി ഷുഹൈബ് എടയന്നൂർ സ്മാരക വിദ്യാനിധി സ്കോളർഷിപ്പ് വിദ്യാർത്ഥികളിലേക്ക് കൈമാറും. ഫെബ്രുവരി 12 കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് വെച്ച് നടക്കുന്ന ഷുഹൈബ് എടയന്നൂർ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൈമാറും. ഷുഹൈബിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഏറ്റെടുത്ത ഒരു കുടുംബത്തിലെ നിർധനരായ 3 കുട്ടികൾക്കാണ് പഠനം സഹായം നൽകുന്നതെന്ന് IYCC ബഹ്റൈൻ ഗുദൈബിയ ഹൂറ ഏരിയ ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ചിൽഡ്രൻസ് വിങ്ങിന് വേണ്ടി നടത്തിയ പഠന ഉല്ലാസയാത്ര വളരെ വേറിട്ട അനുഭവമായി. KPF ലേഡീസ് വിങ് കൺവീനർ സജ്ന ഷനൂബിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്ര KPF പ്രസിഡന്റ് സുധീർ തിരുനലത്ത്, ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ്, രക്ഷാധികാരി UK ബാലൻ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്നിവർ ചേർന്ന് ആൻലസ് ഗാർഡനിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചിൽഡ്രൻസ് വിങ് കൺവീനർ രമ സന്തോഷ് നിയന്ത്രിച്ച യാത്ര ആലിപുട്രി, പോളിംഗ് ബാത്ത്, ഡ്രാഗൺ ഡോഗ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. കുട്ടികൾ തയ്യാറാക്കിയ യാത്രാ വിവരണ മത്സരത്തിൽ ഇഷ ഷാജി, ഇസ റമീസ്, ആൽവിൻ രതീഷ് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ പങ്കുവച്ചു. വിജയികൾക്ക് ചിൽഡ്രൻസ് വിങ് ജനറൽ സെക്രട്ടറി മിത്ര റോഷിൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ലേഡീസ് വിങ് ജോയിന്റ് കൺവീനർ അഞ്ജലി സുജി, ഷെറീന ഖാലിദ് എന്നിവരുൾപ്പെടുന്ന ലേഡീസ് വിങ് എല്ലാവിധ പിന്തുണയും നൽകി യാത്ര വിജയിപ്പിച്ചു. കമ്പോളത്തിൽ കേരളീയരുടെ ശരിയായ വിനിയോഗം വേണ്ടതു തന്നെയെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശിച്ചതിനെ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ സ്വാഗതം ചെയ്തു. കേരളത്തിൽ മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന തൊഴിലാളികളുടെ അഭാവം അനുഭവപ്പെടുമ്പോൾ തന്നെ വിദേശത്ത് വളരെ ചെറിയ സാഹചര്യത്തിൽ മലയാളികൾ പണിയെടുക്കുന്ന സ്ഥിതിയുണ്ട്. ഒട്ടേറെ പേർക്ക് പ്രവാസം വലിയ നഷ്ടമായി തീരുകയാണ്. ഇത് പരിഹരിക്കുന്നതിനും സാങ്കേതിക വൈജ്ഞാനിക രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനത്തിനൊപ്പം സഞ്ചരിക്കുന്നതിനുമായി ഉദ്യോഗാർത്ഥികൾക്കിടയിൽ റിസ്കില്ലിങ്ങും അപസ്കില്ലിങ്ങും അനിവാര്യമാണ്. വിദേശത്തെ തൊഴിൽ മേഖലയിൽ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനത്തിനൊപ്പം സഞ്ചരിക്കാനാകാത്തതിനാൽ തൊഴിലിടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കേരളീയർക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. ഇത്തരം വിഷയങ്ങളെ കാര്യക്ഷമമായി പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കണം. പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിക്കുന്ന ലോക കേരള കേന്ദ്രങ്ങൾ കേവല കേന്ദ്രങ്ങളാകുന്നതിന് പകരം നൈപുണ്യ വികസനത്തിന്റെ ഇടമായി മാറേണ്ടതുണ്ട്. ഈ പദ്ധതിക്ക് വകയിരുത്തിയ 5 കോടി രൂപ അപര്യാപ്തമാണെന്നും ICF ചൂണ്ടിക്കാട്ടി. കേരളം അനുഭവിക്കുന്ന മറ്റൊരു പ്രധാന വിഷയമായ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തെയും കാര്യക്ഷമമാക്കാൻ സർക്കാരിന് സാധിക്കേണ്ടതുണ്ട്. ഈ മേഖലയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മാത്രം മതിയാവില്ലെന്നും അധികൃതർ ഓർക്കേണ്ടതുണ്ടെന്നും ICF പറഞ്ഞു. കേരളം സമ്പദ്വ്യവസ്ഥയുടെ 21% കേരളത്തിലേക്ക് പ്രവാസികൾ സംഭാവന ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കിയ ധനമന്ത്രി ആ വിഭാഗത്തിനായി ചില ബജറ്റ് നീക്കിയിരിപ്പ് നടത്തിയിട്ടുണ്ടെന്നും അത് മതിയാവുന്നതല്ല. അതോടൊപ്പം ഈ വിഹിതങ്ങൾ സാധാരണ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നതിന് നീക്കമുണ്ടാവണമെന്നും ICF ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ഭാവി വികസനം ലക്ഷ്യമാക്കിയുള്ള നിരവധി പദ്ധതികളും പ്രവാസികളെ ചേർത്ത് നിർത്തുന്നതുൾപ്പെടെ നിരവധി കൂടുതൽ പദ്ധതികളും ഉൾപ്പെടുന്ന ബജറ്റാണ് ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റെന്ന് ബഹ്റൈൻ നവകേരള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പ്രത്യേകിച്ചും വയനാടിനെ പാടെ അവഗണിച്ചപ്പോൾ ഈ ബജറ്റിൽ വയനാടിന് 750 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് 3000 കോടി, പ്രവാസി പുനരധിവാസത്തിന് 7750 കോടി, നോർക്കയ്ക്ക്
150 കോടി, പ്രവാസി സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 25 കോടി, പ്രവാസി കേരളീയർക്കായി ലോക കേരള കേന്ദ്രം, റവന്യൂ സേവനങ്ങൾക്കായുള്ള റവന്യൂ പോർട്ടൽ തുടങ്ങി സമസ്ത മേഖലയെയും പരിഗണിച്ചുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. സുരക്ഷിത കുടിയേറ്റത്തിനും പ്രവാസി ക്ഷേമത്തിനും കരുത്ത് പകർന്നതും അടിസ്ഥാന വർഗ്ഗങ്ങളോടുള്ള കരുതലും കേരളത്തിന്റെ ഭാവി ലക്ഷ്യമാക്കി ഇടതുപക്ഷ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബജറ്റാണിതെന്ന് ബഹ്റൈൻ നവകേരള എക്സിക്യൂട്ടീവ് കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബഹ്റൈൻ നവകേരളയുടെ നേതൃത്വത്തിൽ സക്കീറിൽ നടത്തിയ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ കുടുംബസംഗമം പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ഹൃദ്യമായി. സക്കീറിൽ നടന്ന വിന്റർ ക്യാമ്പ് ലോക കേരള സഭാംഗമായ ഷാജി മുതൽ ഉദ്ഘാടനം ചെയ്തു. മലയാള ദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആഘോഷങ്ങൾ ഇവിടെ നമ്മൾ കൂട്ടമായി ആഘോഷിക്കുന്നു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ പ്രവാസ ലോകത്ത് ചെയ്യുന്നതെന്നും കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ഷാജി മുതല ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നവകേരളയുടെ പ്രസിഡന്റ് NK ജയനും ജനറൽ സെക്രട്ടറി AK സുഹൈലും ചേർന്ന് കേക്ക് മുറിച്ചു. രക്ഷാധികാരി അജയ് കുമാറിന് നൽകിക്കൊണ്ട് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതുതലമുറയെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് സാധ്യതകളെക്കുറിച്ച് ഡോക്ടർ ഷിബു വത്സൻ സംസാരിച്ചു. ജ്വാല മ്യൂസിക്കൽ ഗ്രൂപ്പിന്റെ മ്യൂസിക്കൽ ഇവന്റ് പരിപാടിയുടെ മാറ്റുകൂട്ടി MC പവിത്രൻ, രാജകൃഷ്ണൻ എന്നിവർ കലാകായിക പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഡൽഹി മുസ്തഫാബാദ് മണ്ഡലത്തിന്റെ പേര് ശിവപുരി എന്ന് മാറ്റുമെന്ന് നിയുക്ത BJP MLA മോഹൻ സിംഗ് ബിഷ്ട്. മുസ്തഫാബാദിന്റെ പേര് ശിവപുരി അല്ലെങ്കിൽ ശിവ് ബിഹാർ എന്നാക്കി മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആം ആദ്മി സ്ഥാനാർത്ഥി ആദിൽ മുഹമ്മദ് ഖാനെ 17,578 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി സീറ്റ് നേടിയ ബിഷ്ട് മണ്ഡലത്തിന്റെ ജനസംഖ്യാ ഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഞായറാഴ്ച പ്രസ്താവന നടത്തിയത്. മുസ്തഫാബാദ് മണ്ഡലത്തിന്റെ പേര് ശിവപുരി അല്ലെങ്കിൽ ശിവ് ബിഹാർ എന്നാക്കി മാറ്റുമെന്ന് മോഹൻ ബേഗ് ബിഷ്ട് MLAക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. വയനാട് വന്യജീവി ആക്രമണം പാർലമെന്റിൽ ഉന്നയിച്ചതാണ്, അത് ഉന്നയിച്ചുകൊണ്ടിരിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി. ഇതൊരു സങ്കീർണമായ സാഹചര്യമാണ്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും കൂടുതൽ ഫണ്ട് ആവശ്യമാണ്. വിഷയത്തിൽ പാർലമെന്റിൽ ഇനിയും സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. മുന്നിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, അത് കഴിഞ്ഞ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. നമ്മൾ കൂടുതൽ ഒരുങ്ങി നിൽക്കണമെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. അടിസ്ഥാന പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിലെത്തിക്കണം, ഒരുമിച്ച് നമുക്ക് പരിഹാരം ഉറപ്പാക്കാമെന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.